രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയമാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചാനലുകളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹവും ഉറ്റുനോക്കുന്നത് രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയത്തിലേക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു പരാമർശം, അതും കൊച്ചിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് നടത്തിയ ഒരു പരാമർശം എങ്ങനെയായിരുന്നു? രാഹുൽ മാങ്കുട്ടത്തിൽ ലൈംഗിക വൈകൃതത്തിന് അടിമയാണ് എന്നായിരുന്നു പിണറായി വിജയന്റെ പ്രസ്താവന. എന്നാൽ സഖാക്കൾക്കിടയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയോട് എതിർപ്പുള്ളവരുമുണ്ട്. ഇതിൽ ഭിന്ന അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത്. രാഹുൽ മാങ്കുട്ടത്തിൽ ചെയ്തത് തെറ്റോ ശരിയോ എന്ന ചോദ്യം മാറ്റി നിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിൽ ലൈംഗിക വൈകൃതത്തിന് അടിമയാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ സഖാക്കൾക്ക് നേരെയും വിരൽ ചൂണ്ടിക്കൊണ്ട് ഇപ്പോൾ പാണ്ഡ്യാല ഷാജി രംഗത്ത് വരികയാണ്. CPM-നുള്ളിലെ പല കഥകളും കൃത്യമായി അറിയാവുന്ന പാണ്ഡ്യാല ഷാജി എന്ന പിണറായിക്കാരൻ CPM-ന്റെ തലതൊട്ടപ്പനായിരുന്ന അഥവാ CPM-ന്റെ ആദ്യകാല നേതാവായിരുന്ന പാണ്ഡ്യാല ഗോപാലന്റെ മകൻ കൂടിയാണ്. പിണറായി വിജയന്റെ വൈരാഗ്യത്തിന്റെ ഇരയായി മൃതശരീരനായി കഴിയേണ്ടി വരുന്ന പാണ്ഡ്യാല ഷാജി ഇപ്പോഴും പിണറായിയിലെ പിണറായി വിജയന്റെ വീടിന്റെ തൊട്ടടുത്ത് സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് പിണറായി വിജയന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ആഞ്ഞടിക്കുന്ന മനുഷ്യൻ കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് CPM-നുള്ളിലെ ചില കാരണഭൂതന്മാരുടെ ലൈംഗിക വൈകൃതത്തെക്കുറിച്ചാണ്. ജി ശക്തിധരൻ എന്ന ദേശാഭിമാനിയുടെ മുൻ എഡിറ്റർ പറഞ്ഞ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ വാക്കുകൾ തുടങ്ങിയത്. ജി ശക്തിധരൻ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണത്രേ: പുരുഷന്മാർ ഗർഭധാരണ ശേഷിയുള്ളവരായിരുന്നുവെങ്കിൽ ചിലരെല്ലാം, അതായത് CPM-നുള്ളിലെ ചിലരെല്ലാം 500-ലധികം കുട്ടികൾക്ക് തന്തമാരായേനെ എന്നായിരുന്നു ശക്തിധരൻ പറഞ്ഞത്. ഈ വാക്കുകൾ പൂർണ്ണമായും സത്യസന്ധമാണ് എന്ന് വിശദമാക്കുന്നതാണ്, അല്ലെങ്കിൽ വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പാണ്ഡ്യാല ഷാജി പറയുന്ന വാക്കുകൾ. CPM-നുള്ളിലെ ചില കാരണഭൂതന്മാരുടെ പ്രകൃതി വിരുദ്ധത അഥവാ ലൈംഗിക വൈകൃതങ്ങൾ തുറന്നു കാട്ടുകയാണ് പാണ്ഡ്യാല ഷാജി ഇവിടെ. കൃത്യമായും തെളിവുകളുടെ അടിസ്ഥാനത്തോടു കൂടി തന്നെ നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇത് വെറും ഒരു ആരോപണമോ അധിക്ഷേപമോ ആയി വില കുറച്ച് കാണേണ്ടതില്ല. ആരെയും അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശവും ഇതിന് പിന്നിലില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. നമ്മുടെ കാരണഭൂതൻ മുമ്പ് ആൺകുട്ടികളെ വേട്ടയാടിയിരുന്ന ഒരു ആളാണെന്നുള്ള വിവരം മുമ്പ് എന്റെ അടുത്തുണ്ട്. അതിന് എം എം ലോറൻസും PT തോമസ് എന്റെ വീട്ടിൽ വന്ന സമയത്ത് MM ലോറൻസിന്റെ അടുത്ത് ഇങ്ങനെ മുമ്പ് ഒരു പരാതി പാർട്ടിക്ക് കിട്ടുകയും അങ്ങനെ കാരണഭൂതനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടു. അവര് കമ്മീഷൻ ചെയർമാനെ വെച്ചത് MM ലോറൻസിനെയാണ്. അപ്പം PT തോമസ് ചോദിച്ചു, എന്തായി ആ കാരണഭൂതനെ കുറിച്ച് പറഞ്ഞ കാര്യം എന്തായി എന്ന് വെച്ചപ്പം അത് അവസാനം ഒതുക്കി കൊടുത്തു, ഇല്ലായിരുന്നെങ്കിൽ ഈ വിധത്തിലാവില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്റെ മുന്നിൽ വെച്ചിട്ടാ പറഞ്ഞത്. എന്തായാലും ഒതുക്കിയത് റിപ്പോർട്ട് കാരണഭൂതന് അനുകൂലമായി കൊടുത്തു എന്നാണ് പറഞ്ഞത്. എന്താണ് അങ്ങ് അദ്ദേഹം ഈ കാരണഭൂതനെ കുറിച്ച് കൃത്യമായി അറിയുന്ന ആളാണല്ലോ, എന്താണ് പറയാനുള്ളത്? അല്ല, ഇതെന്താ പറഞ്ഞാൽ ഇത് പൊതുവിൽ കേരളീയ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഒരു ഫാക്ടാണ്. പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ ആരും ഇത് പുറത്തു വന്ന് പറയില്ല എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ള 2 സംഭവങ്ങൾ കണ്ണൂർ പാർട്ടി DC ഉണ്ടായിട്ടുണ്ട്. ആളെ പേര് ഞാൻ പറയുന്നില്ല, മോശമാണ് അത് പറയുന്നത്. അപ്പൊ അതിന്റെ മേലെ ഇയാളെ ശാസിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊരു വിചിത്രം എന്താണെന്ന് പറഞ്ഞാല് ഒരു ഏതാണ്ട് ഒരു KSF-ന്റെ സെക്രട്ടറിയായി തുടങ്ങിയിരുന്ന കാലയളവ് തൊട്ട് തന്നെ ഈ പ്രക്രിയ ഇയാൾ ആരംഭിച്ചതാണ്. അപ്പൊ അതിനർത്ഥം അതിന് മുൻപ് തന്നെ ഇയാൾ ഇതിന്റെ ഒരു ഭാഗമായിട്ടുണ്ടാവുന്നല്ലേ, അല്ലെങ്കിൽ ഒരു ജനറ്റിക്കൽ കോഡിനകത്ത് വരുന്ന സംഭവമാണല്ലോ ഈ പറയുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. തീർച്ചയായും അപ്പൊ അത്തരം ഒരു അവസ്ഥ അയാളുടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന സംഭവം. ഇതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തിന്റെ അടുത്ത്, അത് ഞാൻ സ്പെസിഫിക് ആയി പറയുന്നില്ല സാർ എവിടെയാണ്, തീർത്ഥാടന കേന്ദ്രത്തിന്റെ അടുത്ത് ഒരു പൊതുയോഗം ഉണ്ടാവുകയും ആ പൊതുയോഗത്തിലേക്ക് ഇയാളെ അവിടത്തേക്ക് പ്രാസംഗികനായി ക്ഷണിക്കുകയും ചെയ്തു. ഇയാൾ കുട്ടിയായിരിക്കുന്ന കാലത്താണ്. കുട്ടി എന്ന് പറഞ്ഞാൽ പെരശ്ശേരി സ്കൂൾ പഠനം കഴിഞ്ഞു ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന ഒരു കാലയളവിലാണ്. അവിടെ പോയി പ്രസംഗിച്ചു. അയാളെ പുറംലോകം അറിയട്ടെ ഇയാളെ എന്ന് പറയുന്നത് വളരെ സതുദ്ദേശപ്രേരിതമായിരിക്കുന്ന ഒരു പാർട്ടി സഖാവിന്റെ ആത്മാർത്ഥമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അവിടെ കൊണ്ടുപോയി പ്രസംഗിപ്പിച്ചത് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അവിടെ പോയി പ്രസംഗിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് താരതമ്യേന താമസിക്കാൻ അത്ര അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീടല്ല. അന്ന് ദാരിദ്ര്യം എന്നുള്ള സംഭവം ഒരു വളരെ കോമൺ ആയിരുന്ന സംഭവമല്ലേ അത്. അപ്പൊ അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു തൊട്ടടുത്തന്നെ കുറച്ച് അകലെയുള്ള ഒരു സ്ഥലത്ത് പോയി ഉള്ള ഒരു സ്ഥലത്ത് ഇയാളെ പാർപ്പിച്ചു. ഇയാളെ അവിടെയാണ് കൊണ്ടുപോയിട്ട് രാത്രി ഉറങ്ങാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തത്. ആ വീട്ടിൽ പോയിട്ടും ഇയാൾ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരാളെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് എന്താന്ന് പറഞ്ഞാല് ഇതൊരു നൈരന്തര്യമായി തുറന്നു വരുന്ന സംഭവമാണ്. ഇതാണ് നമ്മളിപ്പോ കേരളം കണ്ടിരിക്കുന്ന ഒരു പക്ഷേ ഇത് തുറക്കാൻ പോലും സാധ്യതയില്ലാത്ത അത്രയും ഉജ്ജ്വലനായ ശക്തിധരൻ
അദ്ദേഹം ഒരു തവണ ഒരു കമന്റിലിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ആണുങ്ങൾക്ക് ഗർഭധാരണ ശേഷി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന്, പുരുഷന് ഗർഭധാരണ ശേഷി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന്. ഒരുപക്ഷെ ഈ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിച്ച് കുഞ്ഞുങ്ങളെ എന്താ പറയുക പ്രസവിപ്പിച്ചതിന്റെ ഒരാളായി എന്താ പറയുക അങ്ങനെ പട്ടം ചാർത്തപ്പെടുന്ന ആളാവുന്ന അവസ്ഥയിലേക്കെല്ലാം ഈ പറയുന്ന ബഹുമതി നേടിയിരിക്കുന്ന ആൾ വരുമായിരുന്നു എന്നാണ് പൊതുവിൽ ആളുകൾ പറയുന്നത്. അതുകൊണ്ടായിരിക്കും അവർ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ വരുന്ന ഒരു വലിയ വിഷയം ശരിക്കും എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കഴിഞ്ഞ 25 വർഷം, അതിന് മുൻപുള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ, ഈ 25 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് കേരളം സമ്പൂർണമായി സാംസ്കാരികമായി ശൂന്യമാക്കപ്പെട്ടു എന്നുള്ളതാണ്. ഏറ്റവും വലിയ കൊടിയ അധാർമികതകൾ, മഹാപാതകങ്ങൾ, നുണയുടെ പെരുവഴകൾ, ഇത് നിരന്തരമായി നിർമ്മിക്കുകയും അങ്ങനെ നമ്മുടെ സാമാന്യമായ മനുഷ്യന്റെ പൊതുബോധത്തെ നിർദ്ദയമായി വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സമൂഹ ഒരു സൊസൈറ്റിയാണ് ഇയാൾ ക്രമീകരിച്ചത് എന്നുള്ള, ഇയാളുമായി ബന്ധമുള്ള സിബന്ധികളെ ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഈ പറയുന്ന ഡിവൈഎഫ്ഐക്കകത്ത് വന്നിരിക്കുന്ന ആളുകൾ, മഹിളാ പ്രൊഡക്ഷനിൽ വന്നിരിക്കുന്ന ആളുകൾ, പാർട്ടി സെൻട്രൽ കമ്മിറ്റിയിലേക്ക് എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ, ഇവരല്ലേ വാസ്തവത്തിൽ ഇവരുടെ എന്ത് ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഇവിടെ നിന്ന് മാറി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ളത് വളരെ എന്താ പറയുക നമുക്ക് പകല് പോലെ വ്യക്തമായിരിക്കുന്ന സംഭവങ്ങളാണ്. ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് മുഴുവൻ തന്നെ ഈ പറയുന്ന കാരണഭൂതനുമായി സമരസപ്പെടുകയോ മറ്റെന്തെങ്കിലും തരത്തിൽ സ്വാധീനിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള ആളുകളെ മാത്രമാണ്. കാരണം ഇതിനകത്ത് ഇരിക്കുന്നത് എന്തിനാണ്? ഒരാൾക്ക് യെസ്പേനായി നിൽക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ശരിക്കും അടിമയായി മാത്രം ഷണ്ഡീകരിക്കപ്പെട്ടു പോയിരിക്കുന്ന മനുഷ്യന്മാരുടെ പല ആളുകളുടെ കമ്മിറ്റി മാത്രമായി ഈ സാധനം. നമ്മൾ മാത്രമല്ല ആലോചിക്കുക, ഒരു പേരിനെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിതീക്ഷ്ണമായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, രൂക്ഷമായ സംവാദങ്ങൾ, തർക്കങ്ങൾ, ഈ തർക്കങ്ങളെല്ലാം നടക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ തന്നെ എന്തിനാണെന്ന് പറഞ്ഞാൽ അത് കൃത്യമായി പാർട്ടിയെ റിഫൈൻ ചെയ്യുന്നതിനും പുതിയ ദിശയിലേക്ക് അതിനെ നയിക്കുന്നതിനുമുള്ള ശരിക്കും ശാസ്ത്രീയമായ ദിശയിലേക്ക് നയിക്കുന്നതിന് ബോധപൂർവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ചർച്ച എന്ന് പറയുന്നത്. എന്നാൽ ഇയാൾ ഇതിന്റെ എന്താ പറയുക സമ്പൂർണ്ണ അധിനായകനായി വന്നതോടുകൂടി, സമഗ്രാധിപത്യം ഇയാൾ ഈ പാർട്ടിയിൽ സ്വാധീനിച്ചതോടുകൂടി എന്താ പറയുക ഇതിനകത്ത് ഒരു ചർച്ചയില്ലല്ലോ. ഈ ചർച്ച ഇല്ലാത്തതിന്റെ ഫലവും കൂടിയാണ് ഞാനിപ്പോൾ തിരിച്ചിട്ട് പറഞ്ഞതിന്റെ ഒരു കാര്യം പറയും. ഇപ്പൊ രാഹുൽ മാങ്കുളത്തിന് കോടതി പറഞ്ഞാണ് ഇതിനോട് ഞാൻ വേറെ വർത്താനല്ല പറയുന്നത്. ഈ രാഹുൽ മാങ്കുളത്തിന്റെ വിഷയത്തിന്റെ മേലെയും പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇയാൾ നടത്തിയിരിക്കുന്ന ഏതൊരു വാർത്താ സമ്മേളനം എന്നിട്ട് ഒരു ശകലം ഞാനിപ്പോൾ ഏതൊരു സാധനത്തിനകത്ത് ഒരു വാട്സാപ്പിന്റെ ഒരു സാധനം ഞാൻ കണ്ടു, ആളുകൾ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുകയല്ലേ എന്ന്. ഇതിനുള്ള റിക്രൂട്ടിംഗ് ഏജന്റിന്റെ ഈ ഇത് സത്യത്തിൽ അവരവരോട് ചോദിക്കുന്ന 1000 തവണ ചോദിക്കേണ്ട ചോദ്യമാണിത്. അവരവരോട് 1000 തവണ ചോദിക്കേണ്ട ചോദ്യമാണിത്. ഒപ്പം തന്നെ എന്തെന്ന് ഈ പണി ഇതിനകത്ത് എടുത്തിരിക്കുന്ന യോഗ്യന്മാർ മുഴുവൻ ഈ പാർട്ടിക്കകത്തില്ലേ? ഇല്ല ഓരോരുത്തർ മനസ്സുകൊണ്ട് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കട്ടെ, ഇവരൊക്കെ പാർട്ടിയിൽ എങ്ങനെയാണ് വലിയവനായത് എന്നുള്ളത്. ഇങ്ങനെ ചോദിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന എന്താ പറയാ അത്രമാത്രം സാമൂഹ്യ വിരുദ്ധമായ ഒരു ഓർഗനൈസ്ഡ് ഫോമാക്കി ഇതിനെ മാറ്റി തീർത്തിരിക്കുന്നവരാണ് സമൂഹത്തിൽ മറ്റുള്ളവർക്ക് തെരുവിളിക്കുന്നതെന്നുള്ളതാണ്. ഇങ്ങനെ നോക്കൂ, ഈ പറയുന്ന എല്ലാവിധ ഓപ്പറേഷൻ നടത്താൻ ഇപ്പൊ ചോദനക്കാരൻ ആരാണ്? ശരിക്കും ആ ചോദനക്കാരൻ എന്ന് പറഞ്ഞാൽ പി ശശിയല്ലേ? ഈ ശശിക്കെതിരായി വന്നിരിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം ആരോപണം അത് ഈ പെണ്ണുപിടിയല്ലേ? ഈ ആരോപണം ഉന്നയിച്ചത് ആരാണ്? ഉന്നയിച്ചിരിക്കുന്ന ആ 2 കിഡ്നി തകർന്ന് കിടക്കയില്ലേ ഇപ്പോഴും? പാർട്ടി ചെക്കപ്പിരിക്കല്ലേ പരാതി കൊടുത്തത്? 2 കിഡ്നി തകർന്നിട്ട് അയാൾ തന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, ഞാൻ ഈ പറയുന്ന സംഘർഷത്തിന്റെ ഭാഗമായാണ് എന്റെ കിഡ്നി തകർന്നത്. ഇവിടെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഏറ്റവും ദയനീയവും സങ്കടപരവും കരുണ അർഹിക്കുന്നതുമായ ഒരു മാരകമായ സാധനമാണ് ഈ കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്ന സംഭവം. ആ മനുഷ്യൻ എന്താകുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഡയാലിസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇവരെ കാത്തു കിടക്കുകയാണ്. ഓരോ ആരെങ്കിലും വന്ന് രക്തം തരുമോ സഹായത്തിന് പൈസ ഉണ്ടാക്കിയിട്ട് മനുഷ്യനൊന്നുമല്ല ആ മനുഷ്യൻ. കാരണം ഞാൻ പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ചിത്രം ഉണ്ടായാൽ ഈ പറയുന്ന സംഭവത്തിന്റെ പോലും എന്ത് നടപടിയാണ് എടുത്തത്? എന്തൊക്കെ നടപടി എടുത്തോ? ഒരു നടപടി ഇവരാണ് ചെയ്യുന്നത്. ഈ പറയുന്ന സംഭവത്തിന്റെ കൂടി വലിയ തോതിൽ ഈ സംഭവം നടന്നത്. അതിനർത്ഥം എന്താണെന്നറിയോ? ഈ പറയുന്ന ആളുകൾക്ക് മുഴുവൻ ഇത്തരത്തിൽ അഴിഞ്ഞാടാനുള്ള മുഴുവൻ സ്വാതന്ത്ര്യവും നൽകുകയും അഴിഞ്ഞാടിയിരിക്കുന്ന ആളുകൾ ഇത് സമൂഹത്തിന്റെ അധിപന്മാരായി മാറുകയും ചെയ്തപ്പോഴാണ് സത്യത്തിൽ ഈ പറയുന്ന വിക്രി ഇത് മുഴുവൻ തന്നെ ഇയാളുടെ കോൺട്രിബ്യൂഷനാണ്. കാരണം ഈ പറയുന്ന പ്രവൃത്തിയുടെ ആരോപണങ്ങൾ, പരസ്പരം ആരോപണങ്ങൾ എന്റെ ഗ്രാമത്തിൽ നിന്ന് തന്നെ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അത്രേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. ഒരു ബാങ്കിലെ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തൊരു സംഭവം ഉണ്ടല്ലോ അവിടെ. അങ്ങനത്തെ ഒട്ടനവധി സംഭവങ്ങളുണ്ട്. ഞാൻ എം ബി ആറിന് കൊടുത്തിരിക്കുന്ന പരാതികളുടെ ഇതിന്റെ മേലെ അതിനുവേണ്ടി ഞാൻ സെൻസർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അറിയുന്നതാണല്ലോ. അപ്പൊ ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരം സംഭവങ്ങളൊക്കെ മൂടി വെച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പ് ഞാനിങ്ങനെ ഒരു യോഗ്യനാണെന്ന് പറയില്ല. ഇതിപ്പോ ഒരാളെ ആക്ഷേപിക്കാൻ പറയുന്നതല്ല. പക്ഷെ വസ്തുത ഇതായിരിക്കവേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചിട്ടോട് നിങ്ങൾ ഒരാളെ വേറെ വിരലുണ്ടാൻ നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കും, ഞാൻ ഈ പറയുന്നത് മുഴുവൻ ശരിയാണോ എന്ന് നിങ്ങളോട് ചോദിക്കണം. ഈ ചോദ്യം നിങ്ങൾ ചോദിക്കില്ല. പകരം എന്താണ് നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടെന്ന് തിട്ടൂര പറക്കാൻ മാത്രം കൊണ്ടായിരിക്കുന്ന ഒരു കക്ഷിയാക്കിയാൽ മാറി. അതുകൊണ്ടാണല്ലോ പിന്നെ ഓരോരുത്തരുടെ വേന ഉദ്യോഗങ്ങൾ വന്നിട്ട് വരുന്നത്. കാരണഭൂതൻ, കപ്പിത്താൻ, അങ്ങനെ ഇങ്ങനെ വരുന്ന ബഹുമതികൾ ചേർത്ത് കൊടുക്കുന്നത്. സത്യത്തിൽ എന്താണ് ഈ മനുഷ്യന്റെ രാഷ്ട്രീയ ചരിത്രം എന്താണ്? ഈ മനുഷ്യന്റെ ജീവചരിത്രം എന്താണ്? ഇത് ഒരു റിപ്പോർട്ട് പറയുന്നില്ല. ഒരു രാഷ്ട്രീയ ചരിത്രവും ഇല്ലാത്ത, ഒരു ജീവചരിത്രവും ഇല്ലാത്ത, ഇതില്ലാതിരിക്കുന്ന ഒരാളാണ്. അതൊരു സ്യൂഡോവായ മനുഷ്യനാണ് ഇയാൾ. ഈ സ്യൂഡോവായിരിക്കുന്ന മനുഷ്യനാണ് ഈ കഴിഞ്ഞ 25 വർഷക്കാലമായി കേരളത്തെ അടക്കി വാഴുകയാണ് ഈ മനുഷ്യൻ. 25 വർഷക്കാലമായി
ഈ 25 വർഷക്കാലത്ത് അടക്കി വാഴുന്നതിന്റെ ഇടയിൽ വന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് വേളയിലാണല്ലോ വന്നിട്ട് മറ്റേ ഇവിടെ ശബരിമല വിഷയം വരുന്നത്. ശബരിമല വിഷയം വരുന്നത് അതിനെ ടോപ്പ് ചെയ്യാനാണെന്ന് പറഞ്ഞത് രാഹുൽ മാഡത്തിനായിരിക്കുന്ന പണിയൊന്നും നടക്കില്ല. അത് വേറെ വിഷയം, അത് വേറെ കാര്യം. പക്ഷേ നിങ്ങളിത് പറയുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ പാർട്ടിയിൽ എത്ര ആൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും? എത്ര ആൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും? മഹാഭൂരിപക്ഷം ഇവരെല്ലാം തന്നെ ഇത് കേട്ട് മൗനമായിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധ എന്താ പറയുക സംഘത്തെ നയിക്കുന്നതിന്റെ ചാമ്പ്യനാണ് വാസ്തവത്തിൽ ഇയാൾ. സാമൂഹ്യ വിരുദ്ധ സംഘത്തെ, ഈ സാമൂഹ്യ വിരുദ്ധ സംഘത്തിന്റെ പിൻബലത്തിലാണ് ഈ പറയുന്ന മുഴുവൻ. അവിടെയാണ് ഞാൻ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ മനോരമ വെച്ചാണ് അത് ഒരു റീൽ ഞാൻ കണ്ടത്. അപ്പൊ അതിനകത്താണ് മൂപ്പർ പറയുന്നത് ആളുകൾ കൊണ്ടുപോയി കൊടുക്കുകയല്ലേ എന്ന്. ആരെല്ലാം എവിടെയല്ല സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യമുണ്ട്. സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യമുണ്ട്. കണ്ണൂർ പാർട്ടി DC ഓഫീസിൽ ഈ മനുഷ്യൻ താമസം തുടങ്ങിയത് എപ്പോഴാണ് ചോദിച്ചു നോക്കണം. എപ്പോഴാണെന്ന് ചോദിച്ചു നോക്കണം. ഈ ചോദ്യത്തോട് കൂടിയിട്ടാണ് ഈ ആഫീസും ഗുണമാകുന്നത്. ഇത് ആർക്കാണ് അറിഞ്ഞത്? ആ പാർട്ടി ബന്ധമുള്ള മുഴുവൻ ആൾക്കും അറിയുന്നില്ലേ? ഇത് എന്നെക്കാൾ നന്നായിട്ട് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളല്ലേ പിന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്കിയ ഗോവിന്ദ മാഷ്. എന്നെക്കാൾ നന്നായിട്ട് അറിയുന്ന ആളല്ലേ പിന്നെ VP ജയരാജൻ. ഇത് ഇവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഈ അറിയാവുന്ന കാര്യം വെച്ചിട്ടാണ് ഇയാളുടെ ഈ കേരളം മുഴുവൻ, അതായത് പാർട്ടി DCയുടെ സംഭവത്തിന്റെ അകത്തുനിന്ന് മാറി ഇയാൾ സെക്രട്ടേറിയറ്റ് മെമ്പർ ആകുന്നതോടുകൂടി എന്തായിത്തീർന്നു, MLA ആയിത്തീർന്നു, അത് ഒരു സ്റ്റേറ്റ് വഴി സംഭവമായിട്ട് മാറുകയാണിയത്. അങ്ങനെ ഈ സ്റ്റേറ്റ് വഴി സംഭവമായിട്ട് മാറിയതിന്റെ ദുരന്തം എന്താന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കകത്തേക്ക് ആളുകൾക്ക് വരുന്നതിനുള്ള പ്രേരണയായി കിടക്കുന്ന ഒരു ഘടകം ഈ തരത്തിൽ അസ്തിത്വമില്ലാത്ത വ്യക്തിത്വമില്ലാത്ത പിന്നെ ഒരു യൂത്തിനെയാണ് ഇതുവഴി സംഘടിപ്പിക്കപ്പെട്ടത്. നേരത്തെ SFI ഉണ്ടായിരുന്ന പാർട്ടിയുടെ MBR-നാണ് SFIയുടെയും DYFIയുടെയും ചാർജ് ഉണ്ടായിരുന്നത്. ഈ മാതിരി ഒറ്റ കാട്ടാസുകളെ MBR അതിനകത്ത് കയറ്റിയിട്ടില്ല. ഒറ്റ കാട്ടാസുകളെ കയറ്റിയില്ല. കാരണം MBR സംഘാടകനാണെന്നുള്ളതുകൊണ്ടാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഒരാളാണ്. ലീഡർഷിപ്പ് എന്നല്ല, ഈസ് എ ബോൺ ലീഡർ. അതുകൊണ്ടാണ് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് ആവാഹിച്ചെടുക്കുക ഓരോ ആളുകളെ. ഈ ആവാഹിച്ചെടുക്കുന്ന ആളുകളുടെ പിന്നെ പലപ്പോഴും എന്തായിട്ട് ശാരീരിക സൗന്ദര്യം മാത്രമായി അല്ലെങ്കിൽ ശാരീരിക ഘടന മാത്രമായിട്ട് മാറുന്നു. ബുദ്ധി പിന്നെ പരാജയപ്പെടുന്നിടത്ത് മസിലാന്നല്ലോ പ്രയോഗിക്കുക. അതായത് കാരണബോധൻ ഈ ആൺകുട്ടികൾക്ക് പ്രസവിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ കാരണബോധന്റെ ഒരു 500 കുട്ടികളെങ്കിലും ഉണ്ടാകുമായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. അതാണ് GJP ജനതാവിന്റെ ഒരു പിന്നെ ഇതിനകത്ത് ഒരു കുറിപ്പിനകത്ത് കണ്ടതാണ് സാർ. അറിയാം ആണുങ്ങൾക്ക് ഗർഭധാരണ ശേഷി ഉണ്ടായില്ലെങ്കിൽ എന്താകുമായിരുന്നു ചെയ്യുക. ഇത് ശരിക്കും എന്താ ഇത് പാർട്ടിക്ക് ഞാൻ ആലോചിക്കുന്ന സംഭവം എന്താ വെച്ചാൽ ഇത്തരം സംഭവങ്ങളുള്ള ഒരാൾ ഇങ്ങനെ വളർന്ന് വന്നു. ഇപ്പൊ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. പിന്നെ നമ്മളെ പിന്നെ ഒരു തവണ ഇത് വേറൊരു സ്ഥലത്ത് ഞാൻ നിങ്ങളുടെ ഇതിനകത്ത് യൂട്യൂബിൽ തന്നെ ഞാൻ പറഞ്ഞാൽ ഇവിടെ വേങ്ങാടുള്ള സഖാവ് M. ലക്ഷ്മൺ മാസ്റ്റർ എഴുതിയിട്ടുള്ള ഒരു വളരെ ഗംഭീരവും വളരെ വൈകാരികവും വളരെ എന്താ പറയുക വളരെ പിന്നെ ഉജ്ജ്വലവുമായിരിക്കുന്ന ഒരു ആത്മകഥയ്ക്ക് സമാനമായ പിന്നെ ഒരു ഒരു ജീവിത സംഭവം, ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പിന്റെ പേരാണ് ഇങ്കുലാവിനും ചെങ്കുടിക്കും അപ്പുറം എന്ന് പറയുന്ന സംഭവം. അതിനകത്ത് പിന്നെ ലക്ഷ്മൺ മാഷ് ചൂണ്ടിക്കാണിച്ചത് വളരെ സുപ്രധാനമായിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇയാൾ MLA ആയിരിക്കുന്ന ഘട്ടത്തിൽ കൂത്തുപറമ്പിൽ പിന്നെ എനിക്കെല്ലാം ഓർമ്മയില്ല, പിണറായിയിലെ ഒരു ദർശന എന്ന് പറയുന്ന തിയേറ്റർ ഉണ്ടായിരുന്നു. ഓലമേഞ്ഞ തിയേറ്ററാണ്. ആ ഓലമേഞ്ഞ തിയേറ്റർ അടക്കം വീടുപോയതാണ്. എന്റെ വീട്ടിൽ എന്റെ കിണറിന്റെ അടുത്ത് ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ഒരു തെങ്ങുണ്ട്. വളരെ ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടായിരിക്കുന്ന തെങ്ങാണ്. ആ തെങ്ങ് പിന്നെ പറഞ്ഞു 3 കമ്പിയിട്ട് കെട്ടിയിരിക്കുന്ന തെങ്ങായിരുന്നു. അതടക്കം പൊട്ടി പോയിക്കുന്നത്. ഒരു കാറ്റ് ഇതേപോലെ വേങ്ങാട് ഗംഭീരൊക്കെ അടിച്ചു. ആ അടിച്ച നിലയിൽ റോഡിൽ പോകുമ്പോൾ ചെളിയുണ്ട് എന്ന കാരണം കൊണ്ട് മാത്രം ഇയാൾ പോയിട്ടില്ല മടങ്ങുകയാണ് ചെയ്ത്. ഇതേ സാധനം ഇയാൾ ചെയ്ത് എവിടെയാണെന്ന് അറിയുന്നത് ഈ ആളുകൾ ഈ പറയുന്ന പത്രക്കാരും ശ്രദ്ധിക്കാത്തതുകൊണ്ടായത്. ഇതേ സംഭവത്തിന് ആവർത്തനമായത് ഇവിടെ നിന്ന് ചൂരൽമലയിൽ വന്നപ്പോ ഇയാൾ അവിടെ പോയോ? കാലിൽ ചെടിയാന്ന് ഇയാൾ മാറിയില്ലേ ഇത്? അപ്പൊ അതാണ് പറഞ്ഞത്. ഇത് ഇവിടുന്ന് ഈ വേങ്ങാട് സംഭവിച്ച സംഭവം ഇതാണ്. അപ്പൊ ഓരോ സ്ഥലത്തും ഇതെന്താ പറഞ്ഞാൽ ഇയാളുടെ ജീവിത രീതിക്കകത്ത് നിന്ന് ഒരു തരത്തിൽ പോലും ഇവിടെ അയാൾ ധരിക്കുന്നില്ല. പറയുന്നത് നേരെ വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ പുറത്തു വന്ന് നോക്കുമ്പോൾ എന്താണ് ഇപ്പൊ പറഞ്ഞില്ലേ പിന്നെ കേരള നമ്മുടെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ ഓഫീസേഴ്സിനെയും ജീവനക്കാരെയും പറ്റി ഇയാൾ പറഞ്ഞില്ലേ ഓരോ ഫയലിലും ഓരോ ജീവിതം ഉണ്ടെന്ന് എഴുതിയില്ലേ അല്ലേ? ഈ പറയുന്ന നമ്മളെ 8 മാസത്തോളം സമരം ചെയ്തിരിക്കുന്ന ആശാവർക്കർമാർ 33 രൂപ കൂട്ടിക്കൊടുത്ത വിഷയത്തിൽ നല്ല പ്രതിനിധിച്ച് ഞങ്ങൾ 1000 രൂപ കൊടുത്തു എന്ന് പറയുന്നത്. പക്ഷേ ആ 1000 രൂപ 33 രൂപ മാത്രം കൂട്ടിക്കൊടുത്തിരിക്കുന്ന ഇയാൾ 4 മാസം മാത്രം ബാക്കിയുള്ളൂ സർക്കാരിന്. 1,25,00,000 രൂപയ്ക്കാണ് ഈ ആ കാർ 2 കാർ വാങ്ങുന്നത്. ഇയാൾ ഉൾപ്പെട്ടോ? ഇയാൾക്ക് ഇത് ചെയ്യാൻ ഉൾപ്പെട്ടോ? ആരുടെ ജീവിതമാണ് ഇയാൾ ഓർമ്മിപ്പിച്ചത്? ആരുടെ ജീവിതമാണ് ഓർമ്മിപ്പിച്ചത്? അപ്പൊ ഇതിലെന്താ പറഞ്ഞാൽ അതായത് ഇതിനകത്ത് വരുന്ന ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഡീസ്റ്റേബിലൈസേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന സംഭവത്തിനകത്ത് അതൊരിക്കലും പ്രൊക്വയർമെന്റിന്റെ സംഭവം അല്ലാതെ. പകരം എന്താന്ന് പറഞ്ഞാൽ അത് കേവലമായ ആനന്ദത്തിന്റെ വിഷയം മാത്രമേ ചുരുക്കുന്നുണ്ട് സംഭവത്തിനകത്ത്.
ഇവിടെയാണ് ലെനിനും റോസാ ലക്സംബർഗും തമ്മിൽ നടന്നിരിക്കുന്ന വളരെ ഗൗരവകരമായിരിക്കുന്ന സംവാദത്തിനകത്ത് റോസാ ലക്സംബർഗും ലെനിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യത്തെയും ഇതിനെയും അവർക്ക് കമ്മിറ്റികൾ കിട്ടുന്ന പിന്നെ എന്താ പറയുക സ്വാധീനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ലെനിൻ പറയുന്ന ഒരു മറുപടിയുണ്ട്. ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൗരനെ സൃഷ്ടിക്കുകയെന്ന ഉത്തരവാദിത്വ ബോധത്തോടെ നിങ്ങൾ ശാരീരിക ബന്ധം പുലർത്തുമ്പോഴാണ് നിങ്ങൾ ഉത്തരവാദിത്വമുള്ള ഒരു പൗരനെ സൃഷ്ടിക്കുന്നത്. ലെനിനും റോസാ ലക്സംബർഗും തമ്മിൽ നടന്നിരിക്കുന്ന വളരെ ഗൗരവകരമായിട്ടുള്ള ചർച്ചകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ സാധനം. അത് എന്നിട്ട് റോസാ ലെനിനോട് പറയുന്നുണ്ട്, പറയുന്നത് വെച്ചാൽ നിങ്ങളുള്ള കാലയളവ് വരെ കമ്മിറ്റികളൊക്കെ ജനാധിപത്യപരമായി നടക്കും, നിങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു സഖാവ് സ്റ്റാലിൻ. അതിന്റെ ഉത്തരത്തിൽപ്പെട്ടിരിക്കുന്ന ഒരുപാട് ഏറ്റവും തറ വേദനയിൽപ്പെട്ടിരിക്കുന്ന കക്ഷികളാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാരണഭൂതനെ പോലുണ്ടായിരിക്കുന്ന കാട്ടാസുകൾ. ഇതാണ് അതുകൊണ്ട് ഇവർക്ക് കെട്ടിയാടാനുള്ള എല്ലാ സംവിധാനങ്ങളും സമ്പൂർണ്ണമായി കെട്ടിയാടുകയും ആ കെട്ടിയാടി ചെയ്ത് മുഴുവൻ തന്നെ പാർട്ടിയുടെ ചുമലിലേക്ക് അടിച്ചേൽപ്പിക്കുകയും പാർട്ടി എന്ത് പഠിച്ചു ഇതിനകത്ത് ഇവരുടെ ഈ പറയുന്ന സർവമാന അധമത്വങ്ങളും സർവമാന ആഭിചാരങ്ങളും സകലമാന ലൈംഗിക വൈകൃതങ്ങളും ഇത് മുഴുവൻ തന്നെ പാർട്ടിയുടെ വൗച്ചറിൽ മുറിക്കുകയാണ്. ഇത് ആർക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടിയാണോ? ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ആനന്ദത്തിന് വേണ്ടി മാത്രമാണ്, അവന്റെ സ്വാധീനത്തിന് വേണ്ടി, അവന്റെ അധികാരത്തിന് വേണ്ടി. അല്ലെങ്കിൽ ഈ 33 രൂപയുടെ വർധനവ് മാത്രം കൊടുത്ത് അത് കരഞ്ഞ് നിലവിളിച്ച് സമരം പിൻവലിക്കേണ്ടി വന്നിരിക്കുന്ന ആശാവർക്കർമാർ അവർക്ക് അവരുടെ സങ്കടമായി തന്നെ സങ്കടം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് അവരെ മുഴുവൻ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തിട്ട് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ത് ചെയ്തത്? 1 കോടി ചിലവാൻ ഉറുപ്പിക വരുന്ന 2 കാർ വായിക്കാൻ തീരുമാനിക്കുന്നു. അതിന് കേരളത്തിലെ ധനകാര്യ വകുപ്പ് ഒപ്പിട്ട് കൊടുത്തു. ഈ കേരളത്തിലെ പത്രക്കാർക്ക് ഒരൊറ്റ സാധനം എഴുതാനില്ലേ? ആർക്കും എഴുതാനില്ലേ? ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് പറയുക വൈകുന്നേരം എഴുതല്ലേ? ഇത്തരത്തിലുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ അഡ്രസ് ചെയ്യാതെ ഈ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ കേരളീയ പൊതുസമൂഹത്തിനകത്ത് ഈ കഴിഞ്ഞ ഒരു ശ്രദ്ധിച്ച് ഒറ്റൊന്നുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. 25 വർഷക്കാലത്തിനിടെ ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്തിരിക്കുന്ന വിഷയം എന്താ വിഷയം? സക്രിയമായിരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഈ മാതിരി അസംബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. മുഴുവൻ തന്നെ പെണ്ണുകുടിയുടെയും വ്യഭിചാരത്തിന്റെയും ഇത്തരം സംഭവങ്ങളാണ്. പാർട്ടി കമ്മിറ്റികൾ മുഴുവൻ തന്നെ ഇപ്പൊ മറ്റേ പി കെ ശശിയിലെ അപ്പുറത്തുള്ളതാണ്. ഇവിടെ വരുന്നു, പി ശശി വരുന്നു. എത്ര ഉദാഹരണങ്ങൾ. ഈ ഉദാഹരണങ്ങളെല്ലാം ഉണ്ടായിട്ട് എന്തെങ്കിലും ഉദാഹരണമുണ്ടോ? എം പി ഗോവിന്ദനെ പോലത്തെ അഴിമതി വളിപ്പ് തരത്തിലുണ്ടാക്കുന്ന ന്യായീകരണം സത്യത്തിൽ ആ മനുഷ്യരിൽ ഇനി ആര് ബഹുമാനിക്കും? എന്തിനു ബഹുമാനിക്കണം? അയാൾ അവരവരോട് കുറ്റം തോന്നൂലേ?